നാളെ 5 മണിക്ക് എണീച്ചാ എന്താ ഉണ്ടാവാൻ പോവാന്ന് നോക്കാൻ പോവാണ്. പക്ഷെ ഒരു കാര്യം, 5 മണിക്ക് നീച്ചാ ഉടനെ വീടിന്റെ പുറത്തിറങ്ങണം. അങ്ങനെ രാത്രി ഞാൻ നേരത്തെ കിടക്കാണ്. നാളെ 5 മണിക്ക് എണീക്കണ്ടേ. അങ്ങനെ രാവിലെ ആയി. അലാറം അടിച്ചപ്പോ 5 മണിക്ക് എണീച്ചു. പുറത്തിറങ്ങണം എന്നുള്ളതുകൊണ്ട് ഒരു ഷർട്ട് എടുത്തിട്ട് ഇടുകയാണ്. പുറത്ത് നല്ല തണുപ്പുണ്ടാവും. അങ്ങനെ ഇയർഫോൺ എടുത്ത് പുറത്തിറങ്ങി. വാതിലടച്ച് ഞാൻ പുറത്തു കൂടെ ഒക്കെ ഒന്ന് നോക്കി. പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ഞാൻ 5 മണിക്ക് എണീക്കുമ്പോ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് ഞാൻ പേപ്പർ ഇടാൻ പോകുമ്പോ എണീച്ചതാണ്. അന്ന് എന്നും രാവിലെ എനിക്ക് നേരത്തെ എണീക്കണമായിരുന്നു. നായ്ക്കളൊന്നും പിന്നാലെ വരാണ്ടിരിക്കാൻ ഒരു വടി എടുത്തു. ഒരു സേഫ്റ്റി നല്ലതല്ലേ. അങ്ങനെ ഇപ്പൊ റോഡിക്ക് ഇറങ്ങി. ആകെ ഒരു ശൂന്യത. ആരും എണീച്ചിട്ടൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ റോഡ് കൂടെ നടന്നു. അവിടുന്ന് ഇവിടുന്ന് ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്കുണ്ടോ പേടി? പോസ്റ്റ് പോലെ നിൽക്കും. അങ്ങനെ നടന്ന് ക്ലബിന്റെ അവിടെ എത്തി. നാട്ടുകാരെല്ലാരും ഇവിടെ നാട്ടുവർത്താനം പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ആകെ ഒരു ശൂന്യത. അപ്പുറത്തൊരു പാലമരം ഉണ്ട്. പാലമരം കണ്ടപ്പോ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പോന്നു. പേടിച്ചിട്ടൊന്നും അല്ല കേട്ടോ. എന്റെ നിഴല് കണ്ടോ? ആകെപ്പോ ഞാനും നിഴലും മാത്രമേ ഉള്ളൂ ഇവിടെ. നമ്മളിങ്ങനെ ഇതുപോലെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നമ്മുടെ പിന്നാലെ ആരോ വരുന്നത് പോലെ തോന്നും. എന്തായാലും ഞാൻ വേഗം നടന്ന് വീട്ടിലേക്ക് എത്തി. സമയം 5:30 ഉള്ളൂ. എന്നാ പിന്നെ അപ്പുറത്തെ റോഡിക്കും കൂടി നടക്കാന്ന് വിചാരിച്ചു. ആ ഭാഗത്ത് അത്യാവശ്യം സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് കേട്ടോ. പള്ളിയുടെ അതുവരെ ഞാൻ പോയി. അങ്ങനെ ഞാൻ മെല്ലെ നടന്ന് ഏകദേശം 6 മണിയാക്കി. 6 മണിയായപ്പോ പിന്നെയും ചുരുണ്ടുകൂടി കടന്നുറങ്ങി ഞാൻ. ഇനി എണീച്ചിട്ട് വർക്കൗട്ട് ചെയ്യാം.